الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു റമളാനിൽ കൂടി ജീവിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. റമളാനിൽ നാം നേടിയെടുത്ത ആ ചൈതന്യം, റമളാനിലൂടെ നാം കൈവരിച്ച ആ ചൈതന്യം ജീവിതത്തിലുടനീളം നിലനിർത്തുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൽ ഹശ്ർ 18-19 വചനങ്ങളാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കുകയും ചെയ്യണേ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ എപ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്, ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനും ഓരോ മനസ്സും നല്ലതുപോലെ ചിന്തിക്കുകയും ചെയ്യണേ. തുടർന്ന് അല്ലാഹു പറയാൻ, വത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, തഖ്വ എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം. അത് റമളാനിൽ മാത്രമല്ല, ഒരു ഘട്ടത്തിലും നിങ്ങൾ അല്ലാഹുവിനെ വിസ്മരിക്കാൻ പാടില്ല. ഒരു ഘട്ടത്തിലും നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകാൻ പാടില്ല. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. വലാ തകൂനു, നിങ്ങളായി മാറാൻ പാടില്ല, കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നവരെ പോലെയായി നിങ്ങൾ മാറാൻ പാടില്ല. അല്ലാഹുവിനെ വിസ്മരിച്ചവരായി നിങ്ങൾ മാറാൻ പാടില്ല. ഫഅൻസാഹും അൻഫുസഹും. അല്ലാഹുവിനെ മറന്നവർ
അവർ സ്വന്തത്തെ തന്നെ മറന്നുപോയവരാണ്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നിലനിർത്തണം. എപ്പോഴും ദിക്റുള്ള ഹൃദയത്തിൽ നിലനിർത്തുന്നവരായി നിങ്ങൾ മാറേണ്ടതുണ്ട്. അതല്ലാതെ റമദാൻ കഴിയുമ്പോൾ അള്ളാഹിനെ പൂർണ്ണമായും വിസ്മരിച്ചവരായി വിശ്വാസികൾ മാറാൻ പാടില്ല. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അക്കൂട്ടർ അള്ളാഹുവിനെ മറന്നു പോകുന്ന ആളുകൾ അവർ തന്നെയാണ് അധർമ്മികൾ, അവർ തന്നെയാണ് തമ്മാടികൾ, അധർമ്മികൾ, അള്ളാഹുവിനെ വിസ്മരിച്ചു പോയ ആളുകൾ. സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴേക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണകൾ മുഴുവനും ഹൃദയത്തിൽ നിന്ന് നീങ്ങിയ ആളുകൾ, അവരെ സംബന്ധിച്ചാണ് അധർമ്മികൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ എപ്പോഴും ഹൃദയത്തിൽ നിലനിർത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാനിൽ നാം നേടിയെടുത്ത ചൈതന്യം ഇനി വരുന്ന 11 മാസക്കാലത്തെ നമ്മുടെ ജീവിതത്തിലും, റമദാനിന് മുന്നോടിയായുള്ള ആ 11 മാസക്കാലത്തെ നമ്മുടെ ജീവിതത്തിലും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം നിലനിർത്തണം. റമദാൻ എന്ന് പറഞ്ഞാൽ അത് റമദാനിലേക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ മുഴുവൻ ജീവിതത്തിലേക്കുമുള്ളതാണ്, നമ്മുടെ മുഴുവൻ വർഷങ്ങളിലേക്കുമുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് റമദാനിൽ നാം ചെയ്ത ആ സുകൃതങ്ങൾ, അതിൻ്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും മറ്റുള്ള മാസങ്ങളിലും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ റമദാന്റെ ആ ചൈതന്യം എപ്പോഴും നിലനിർത്തുക. റമദാനിൽ നാം നിർവഹിച്ചിരുന്ന സുകൃതങ്ങളുടെ ഒരു വിഹിതം അത് പൂർണ്ണമായും അതേ അളവിലും അതേ ശക്തിയിലും അതേ തോതിലും റമദാനല്ലാത്ത കാലയളവുകളിൽ നമുക്ക് നിലനിർത്താൻ സാധിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാം ഒരു ഭാഗം റമദാനല്ലാത്ത കാലയളവുകളിലും ഉണ്ടാവണം. ഉദാഹരണമായിട്ട്, നാം നോമ്പെടുത്തിരുന്നവരാണ്, നിർബന്ധ നോമ്പാണ് നാം എടുത്തിരുന്നത്. പക്ഷെ എന്നാൽ പോലും ഐച്ഛികമായ നോമ്പ്, എല്ലാ ദിവസവും നോമ്പെടുക്കാൻ കഴിവില്ലെങ്കിൽ പോലും ആ പ്രബലമായ സുന്നത്ത് നോമ്പ് നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. പ്രബലമായ സുന്നത്ത് നോമ്പുകളെങ്കിലും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ രാത്രി നമസ്കാരം ദീർഘമായി നിർവഹിച്ചിരുന്നവരാണ്. അതുപോലെ രാത്രി നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് തഹജ്ജുദ് നമസ്കാരം സാധ്യമാവുന്ന രീതിയിലെങ്കിലും നിർവഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം റമദാനിൽ പോലെ നമുക്ക് 1-2 ഖത്മുകൾ, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ഖത്മുകളെല്ലാം തീർത്ത ആളുകൾ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവാം. അതുപോലെ ഖത്മുൽ ഖുർആൻ അത്രയ്ക്ക് ആവർത്തിയൊന്നും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഖുർആൻ പാരായണത്തിന്റെ ഒരു വിഹിതം, ഖുർആനുമായി ബന്ധപ്പെട്ട ആ ഖുർആൻ പാരായണവും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളുമെല്ലാം തന്നെ അത് റമദാൻ കഴിഞ്ഞാലും നടക്കേണ്ടതുണ്ട്, ഊർജിതമായി തന്നെ നടക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി മാ ദാവമ സ്വാഹിബുഹു വഇൻ ഖല്ല. അല്ലാഹുവിന്റെ അടിമയുടെ കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അടിമ എപ്പോഴും നിലനിർത്തുന്ന കർമ്മങ്ങളാണ്, അടിമ സുസ്ഥിരമായി നിലനിർത്തുന്ന കർമ്മങ്ങളാണ്. അത് കുറച്ച് കുറഞ്ഞാലും ശരി, ആ കർമ്മങ്ങൾ ഉണ്ടാവണം. കർമ്മങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അസ്തമിക്കാൻ പാടില്ല. സുഹൃതങ്ങളില്ലാത്ത നാളുകളായി റമദാനിന് ശേഷമുള്ള നാളുകൾ മാറാൻ പാടില്ല എന്നുള്ളതാണ്. ഒരുപാട് നമുക്ക് റമദാൻ പോലെ സജീവമായി ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും സുഹൃതങ്ങളോട് വിട പറയുന്നവരായ വിശ്വാസികൾ മാറാൻ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പകൽ മുഴുവനും സുന്നത്ത് നോമ്പെടുക്കാനും രാത്രി മുഴുവൻ സുന്നത്ത് നമസ്കരിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നക ലാ തസ്തതിഉ ദാലിക്. അംറേ, അബ്ദുല്ലാ, നിനക്കതിന് സാധിക്കില്ല. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബ്ദുല്ലാ, നിനക്കതിന് കഴിയില്ല. അതായത് വർഷം മുഴുവൻ സുന്നത്ത് നോമ്പെടുക്കുക, രാത്രി മുഴുവൻ
ഉറങ്ങാതെ സുന്നത്ത് നമസ്കരിക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക, അതിന് സാധിക്കില്ല നിനക്ക്. അതുകൊണ്ട് ഫസും വഅഫ്തിർ, നീ നോമ്പെടുക്കണം, നീ സുന്നത്ത് നോമ്പുകൾ എടുക്കണം. പക്ഷേ സുന്നത്ത് നോമ്പുകളില്ലാത്ത കാലയളവും നിനക്കുണ്ടാവണം, സുന്നത്ത് നോമ്പുകളില്ലാത്ത ദിവസങ്ങളും നിനക്കുണ്ടാവണം. വനം വക്കും, നീ രാത്രി നമസ്കരിക്കണം, എഴുന്നേറ്റ് നമസ്കരിക്കണം. പക്ഷേ നീ ഉറങ്ങുകയും ചെയ്യണം, വിശ്രമിക്കുകയും ചെയ്യണം. വസും മിനശ്ശഹരി സലാസത അയ്യാം, മാസത്തിൽ 3 ദിവസം നീ നോമ്പെടുക്കണം, സുന്നത്ത് നോമ്പ് ചുരുങ്ങിയത്. അങ്ങനെയെങ്കിലും നീ ചെയ്യണം. വർഷം മുഴുവനും, ദിവസങ്ങൾ മുഴുവനും ഐച്ഛിക നോമ്പുകൾ അങ്ങനെയൊന്നും എടുക്കാൻ നിനക്ക് സാധിക്കില്ലെങ്കിൽ പോലും അതൊന്നും എടുക്കേണ്ടത്. പക്ഷേ നിനക്ക് ഐച്ഛിക നോമ്പുകൾ വേണം, നിനക്ക് രാത്രി നമസ്കാരങ്ങൾ വേണം, വിശ്രമിക്കണം രാത്രി. പകൽ ഐച്ഛിക നോമ്പില്ലാത്ത കാലയളവും വേണം, പക്ഷേ ഐച്ഛിക നോമ്പുകളും വേണം. മാസത്തിൽ 3 ദിവസം നീ നോമ്പെടുക്കണം. ഫഇന്നൽ ഹസനത ബിഅശ്രി അംസാലിഹ, നിശ്ചയം നന്മകൾ എന്ന് പറയുന്നത് അതിന്റെ 10 ഇരട്ടിയായിട്ടാണ് പടച്ചവൻ രേഖപ്പെടുത്തുക. സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാമല്ലോ, കുട്ടികൾക്ക് മോഡറേഷനൊക്കെ കൊടുത്ത് കുട്ടികളെ പാസ്സാക്കുന്ന രീതി, SSLC പരീക്ഷയിലും മറ്റും പഴയ കാലത്തും ഇപ്പോഴും എല്ലാം തുടരുന്ന ഒരു രീതിയുണ്ടല്ലോ. കുട്ടികൾക്ക് ജയിക്കാൻ വേണ്ടത്ര മാർക്കില്ലാതെ വരുമ്പോൾ മാർക്ക് കൂടുതൽ ഉദാരമായിട്ട് അധ്യാപകർ നൽകുന്നു. അതേപോലെ ഉദാരനായി പടച്ചവൻ നമുക്കും നൽകുകയാണ് പ്രതിഫലം. അതാണ് പറഞ്ഞത് ഫൈനൽ ഹസനത ബിഅശ്രി അംസാലിഹ. റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലാത്ത കാലത്തും നന്മകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. നിശ്ചയം ഓരോ നന്മയും അതിന്റെ 10 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. അത് നോമ്പിനുണ്ട്, നമസ്കാരത്തിനുണ്ട്, ദാനധർമ്മങ്ങൾക്കുണ്ട്, എല്ലാറ്റിനുമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം. അതുകൊണ്ട് ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ആ നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ അടുക്കൽ അതിനെ 10 നന്മകളായിട്ടാണ് രേഖപ്പെടുത്തുക. ഒരു നന്മയെ അയാൾ ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹു അതിനെ 10 നന്മകളായിട്ടാണ് രേഖപ്പെടുത്തി വെക്കുക. 10 മാത്രമല്ല, ചിലപ്പോൾ 700 ഇരട്ടി വരെ, ധാരാളം ഇരട്ടിയിലേക്ക് അതിനെ വർദ്ധിപ്പിക്കും നന്മയുടെ പ്രതിഫലം. ആ രീതിയിൽ അല്ലാഹു തആല അടിമക്ക് കൂടുതൽ ഉദാരമായിട്ട് നൽകുന്നവനാണ്. അതുകൊണ്ട് നന്മകളിൽ ഒന്നും പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾ, അതിനെയും അല്ലാഹു തആല എത്രയോ ഇരട്ടിപ്പിക്കുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ആരാണ് അല്ലാഹുവിനെ നല്ല രീതിയിൽ കടം കൊടുക്കാൻ തയ്യാറുള്ളവൻ, ഇരട്ടി ഇരട്ടിയായി അല്ലാഹുവിനെ കടം കൊടുക്കുന്നവൻ, അല്ലാഹു ആ കടത്തെയെല്ലാം വീണ്ടും ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അല്ലാഹു കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ അടിമകൾക്ക് ദാനം ചെയ്യുക, അല്ലാഹുവിന്റെ അടിമകളെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ സഹായിക്കുക. ഇങ്ങനെ അല്ലാഹുവിന്റെ അടിമകളെ സഹായിക്കുമ്പോൾ അത് അല്ലാഹുവിനെ കടം കൊടുക്കലാണ്. അങ്ങനെ കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടത്തെ അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു നമ്മോട് പറയാണ്. 10 മുതൽ 700 ഇരട്ടി വരെ അല്ലാഹു ഓരോ സുഹൃതങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും എല്ലാം പ്രതിഫലം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഒരു നന്മയും പാഴാക്കാൻ പാടില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുലിഖിൻ. നന്മയിൽ നിന്ന് ഒന്നിനെയും നീ പാഴാക്കരുത്. നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് ഒന്ന് പുഞ്ചിരിച്ചു നോക്കുന്ന ഒരു നന്മയുണ്ടല്ലോ, പ്രസന്നമായ മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ നോക്കുന്ന ഒരു നന്മയുണ്ടല്ലോ, ആ നന്മയെ പോലും നീ പാഴാക്കി കളയാൻ പാടില്ലെന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, റമളാൻ, വിശുദ്ധ റമളാൻ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ റമളാനിന് ശേഷം ആ റമളാനിലെ സുഹൃതങ്ങൾ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന അതാണ് എപ്പോഴും നമ്മിൽ ഉണ്ടാവേണ്ടത്. വിശുദ്ധ റമളാൻ കഴിഞ്ഞ് പെരുന്നാളിന് ശേഷമുള്ള ഒരു ദിവസം ചിരികളി തമാശകളിൽ ഏർപ്പെട്ട ഒരു സംഘത്തിന്റെ അരികിലൂടെ പ്രസിദ്ധനായ പണ്ഡിതൻ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു പോകുന്നുണ്ട്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഘത്തിന് അരികിലൂടെ കടന്നു പോകുമ്പോൾ റമളാൻ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്.
അവരെ ചിരികളി തമാശകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നല്ലാഹ തആല ഇന്നല്ലാഹ അസ്സ വജല്ല ജഅല ശഹ്റ റമളാന മിദ്മാറൻ ലിഖൽഖിഹി. നിശ്ചയം അല്ലാഹു തആല റമളാൻ മാസത്തെ തന്റെ അടിയാറുകൾക്ക് മത്സരിച്ച് മുന്നേറാനുള്ള മത്സരക്കളരിയായി നിശ്ചയിച്ചിരിക്കുന്നു. ആ മത്സരക്കളരി കഴിഞ്ഞതിന് ശേഷമുള്ള ദിനമാണിത്. ഇന്നിതാ ആളുകൾ പെരുന്നാളും കഴിഞ്ഞു. ആ പെരുന്നാളിന് ശേഷമുള്ള ദിവസം ചിരിയും കളിയും തമാശയുമായി കുറച്ചാളുകൾ എങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ചിരിയും കളിയും തമാശയൊന്നും പാടില്ല എന്നല്ല പറഞ്ഞത്, അതൊക്കെ ആവാം. പക്ഷേ അതോടൊപ്പം തന്നെ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയാണ്, ഇങ്ങനെ ചിരിച്ചും കളിച്ചും തമാശകളിൽ ഏർപ്പെട്ടും മുന്നോട്ട് നീങ്ങുന്ന ഈ സംഘം ചിന്തിക്കാത്ത ചില വശങ്ങൾ കൂടിയുണ്ട്. റമളാൻ എന്ന് പറയുന്ന മത്സരിച്ച് മുന്നേറേണ്ടുന്ന മാസമാണ്. ആ മത്സരിച്ചുള്ള മുന്നേറ്റത്തിൽ ചില ആളുകൾ മത്സരിച്ച് ഒരുപാട് മുന്നോട്ട് പോയി. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ഒരുപാട് മുമ്പിൽ അവരെത്തി. ഒരു ജനത മുന്നേറി അവർ വിജയിച്ചിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ വേറൊരു കൂട്ടർ കൂടിയുണ്ട്. വേറൊരു കൂട്ടർ അവർ പിറകോട്ട് പോയി, അവർ പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സംഘം കൂടിയുണ്ട്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, എന്നാൽ വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ദ്രുതഗതിയിൽ ഇബാദത്തുകൾ കൊണ്ട് മത്സരിച്ച് മുന്നേറിയ ആളുകൾ വിജയിക്കുകയും പിറകോട്ട് പോയ ആളുകൾ പരാജയപ്പെടുകയും ചെയ്ത ദിവസത്തിലും കളിച്ചും ഉല്ലസിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ കാര്യം വല്ലാത്ത ആശ്ചര്യജനകം തന്നെയാണ്. അയാളുടെ റിസൾട്ട് എന്താണെന്ന് അയാൾ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള പരിഭ്രാന്തിയും ബേജാറും അയാൾക്കില്ല. റമളാനുമായി ബന്ധപ്പെട്ട എൻ്റെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? റമളാനെ പ്രയോജനപ്പെടുത്തിയവരിലാണോ റമളാനെ പ്രയോജനപ്പെടുത്താത്തവരിലാണോ ഞാനുള്ളത് എന്നിത്യാദി ചിന്തകളൊന്നുമില്ലാതെ റമളാനിൽ ഞാൻ അല്ലാഹുവിലേക്ക് ഉയർത്തിയ കൈകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ തിരസ്കരിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാതെ ചിരിയിലും കളിയിലും തമാശയിലും ഏർപ്പെട്ട ആളുകൾ, അവരുടെ കാര്യം ആശ്ചര്യജനകം തന്നെയാണ്. അല്ലാഹുവാണേ സത്യം, ആ കർട്ടൻ ഉയർത്തപ്പെട്ടാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് വിജയിച്ചതെന്നും ആരാണ് പരാജയപ്പെട്ടതെന്നും ആരാണ് റമളാനെ പ്രയോജനപ്പെടുത്തിയതെന്നും ആരാണ് റമളാനെ പ്രയോജനപ്പെടുത്താത്ത ഹതഭാഗ്യന്മാർ, നിർഭാഗ്യവാന്മാരായ ആളുകൾ ആരാണെന്നുമുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റമളാനെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി അതിന് നല്ല റിസൾട്ട് ലഭിച്ച ആളുകൾ അയാളുടെ നന്മയിൽ സന്തോഷിക്കുമായിരുന്നു, അയാളുടെ നല്ല റിസൾട്ടിൽ അയാളെ സന്തോഷിക്കുമായിരുന്നു. റമളാനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പരാജയപ്പെട്ട പോയാൾ അയാളുടെ പരാജയത്തിൽ ദുഃഖിതനായിരിക്കുമായിരുന്നു. ആ കർട്ടൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ഒരു കർട്ടനുണ്ട്. നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിച്ചോ തിരസ്കരിച്ചോ എന്നറിയുന്ന കർട്ടൻ. നാം നന്മ ചെയ്തവരിലാണോ നാം തിന്മ ചെയ്തവരിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന വിവരം നമുക്ക് ലഭിക്കുന്ന ആ സമയമാണ് കർട്ടൻ ഉയർത്തപ്പെടുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയം ആഗതമായി കഴിഞ്ഞാൽ എല്ലാവരും ഇவ்விதം സന്തോഷിക്കില്ലായിരുന്നു. മറിച്ച് നന്മകൾ ചെയ്ത ആളുകൾ അവരുടെ നന്മയിൽ സന്തോഷിക്കുമായിരുന്നു, തിന്മകൾ ചെയ്ത ആളുകൾ അവരുടെ തിന്മയെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുമായിരുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് റബ്ബ് തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. മുൻഗാമികളെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, മഹാന്മാരായ സ്വഹാബി വര്യന്മാർ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, റമളാൻ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാലും അവരുടെ പ്രാർത്ഥന, പടച്ച തമ്പുരാനെ റമളാനിൽ ഞങ്ങൾ ചെയ്ത സുഹൃതങ്ങൾ സ്വീകരിക്കണമേ എന്നായിരുന്നു. അതായിരുന്നു അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃതങ്ങൾ സാധ്യമാവുന്ന അളവിലെല്ലാം
നാം വ്യത്യസ്തമായ അളവിലാണെങ്കിലും നാം അത് നിർവഹിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല സഹോദരങ്ങളെ, ആ കർമ്മങ്ങൾ ധാരാളം നിർവഹിക്കുക എന്നതോടൊപ്പം തന്നെ റമദാനിലൂടെ സാധ്യമാവേണ്ടുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതായി കഴിഞ്ഞ റമദാൻ മാറേണ്ടതുണ്ട്. റമദാനിൽ നമ്മൾ തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിന്നു. പിശാചിന് ചെങ്ങല വീഴുന്ന മാസമായിരുന്നു റമദാൻ എന്ന് പറയുന്നത്. പക്ഷേ ആ നിഷിദ്ധമായ ജീവിതം റമദാനിന് മുന്നോടിയായി, റമദാനിന് മുമ്പിൽ നമ്മിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ഹറാമുമായി ഇടകലർന്ന ജീവിതം ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാതിരിക്കാനുള്ള അതീവമായ ജാഗ്രത കൂടി പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. റമദാന് ശേഷവും സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ലൗ സല്ലൈതും ഹത്താ തകൂനു കൽ ഹനായ ഫസുംതും ഹത്താ തകൂനു കൽ ഔതാർ ലം യഖബൽ ദാലിക മിൻകും ഇല്ലാ ബിബറഇൻ ഹാജിസിൻ. നിങ്ങൾ നിങ്ങളുടെ മുതുകുകൾ വളയുന്നത് വരെ നമസ്കരിച്ചാലും, നിങ്ങൾ എല്ലും തോലുമാകുന്നത് വരെ നോമ്പെടുത്താലും അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കാൻ പോകുന്നില്ല. ഇല്ലാ ബിബറഇൻ ഹാജിസിൻ. ഹറാമുകളിൽ നിന്ന്, നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സൂക്ഷ്മതയും ജാഗ്രതയും നിങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നത് വരെ അല്ലാഹു നിങ്ങളുടെ സുഹൃതങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ലെന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഹറാമായ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോവാതിരിക്കാനുള്ള ജാഗ്രത. റമദാനിൽ നമുക്കതിന് സാധ്യമായെങ്കിൽ റമദാനിന് ശേഷവും നമുക്ക് സാധ്യമാവണം. റമദാനിന് മുമ്പ് ഏതെങ്കിലും സന്ദർഭത്തിൽ മദ്യപിക്കുന്ന മനുഷ്യനായിരുന്നു ഇയാളെങ്കിൽ ആ മദ്യപാനത്തിലേക്ക് തിരിച്ചു പോവാതിരിക്കാനുള്ള അതീവ ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ റമദാനിന് ശേഷം ഇയാൾക്ക് വേണ്ടത്. കാരണം മദ്യപാനം എന്ന് പറയുന്നത് വലിയ പൈശാചികമായ തിന്മയാണ്. ആ തിന്മ ഒരിക്കലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിശ്ചയം മദ്യപാനവും ചൂതാട്ടവും പ്രശ്നം വെക്കലും വിഗ്രഹങ്ങളുമെല്ലാം പിശാചിന്റെ മാലിന്യങ്ങളിൽപ്പെട്ട മാലിന്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളത് വർജിച്ചേ പറ്റൂ. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക. ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ലഹരിയുടെ ഏതെങ്കിലും ഇനം ഉപയോഗിക്കുന്ന ഒരു ശീലമോ അതല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയോ ആർക്കെങ്കിലും റമദാനിന് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ, റമദാൻ ചൈതന്യവത്താവണമെങ്കിൽ, അതല്ലെങ്കിൽ റമദാൻ നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ എന്ന് മാത്രമല്ല, നാം റമദാന്റെ ചൈതന്യം നാം നിലനിർത്തി എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ ലഹരി ഉപയോഗമാവുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു പോവാതിരിക്കാനുള്ള അതീവമായ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. പലിശ വ്യാപാരവുമായി ബന്ധപ്പെടുന്ന ആളുകൾ പലിശയുടെ ഏതിനങ്ങളും അത് നിഷിദ്ധമാണ്. മാലോകരെല്ലാം അതിനെ ലളിതമായി കാണുന്നുവെങ്കിലും, അതല്ലെങ്കിൽ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ അതിനെ ലളിതവൽക്കരിക്കുന്നുവെങ്കിലും പലിശയുടെ ഒരിനവും വിശ്വാസിക്ക് അനുവദനീയമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസി പൂർണ്ണമായും ആരൊക്കതിനെ ന്യായീകരിച്ചാലും വിശ്വാസി പൂർണ്ണമായും പലിശയുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. റമദാനെ അയാൾ ഉപയോഗപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ റമദാന്റെ മുമ്പുണ്ടായിരുന്ന പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം അത് പൂർണ്ണമായും കൈവടിയുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ പലിശ കൈവടിയണേ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളെങ്കിൽ. റമദാനിലൂടെ ഈമാൻ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, റമദാനിലൂടെ തഖ്വ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, പലിശയിൽ നിന്ന്, അതിൻ്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. പലിശ, അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ഈ കാലത്ത് സാധ്യമാകുമോ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. പക്ഷേ സാധ്യമാകുമ്പോഴേ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെന്ന് പറയുക സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്ന, സത്യവിശ്വാസികളെ
നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, പലിശ നിങ്ങൾ കൈവടിയണം, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളെങ്കിൽ തുടർന്ന് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ അതിന് സന്നദ്ധരല്ലെങ്കിൽ, നിങ്ങൾ പലിശയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തയ്യാറല്ലെങ്കിൽ അല്ലാഹുവും അവന്റെ ദൂതനും നിങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. സഹോദരങ്ങളെ, പലിശയാണെങ്കിലും ലഹരിയാണെങ്കിലും മദ്യപാനമാണെങ്കിലും എല്ലാം തിന്മകളാണ്. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെന്ന് പറയുക സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ആ ഈമാൻ കൈവരിക്കാൻ വേണ്ടിയായിരുന്നു, ആ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിശുദ്ധ റമളാൻ. ആ ഈമാനെ കരുത്തു പകരാൻ വേണ്ടിയായിരുന്നു വിശുദ്ധ റമളാൻ. ഈമാനുള്ള മനുഷ്യർ ഇതൊന്നും ചെയ്യില്ല, മേൽപ്പറഞ്ഞ തിന്മകളൊന്നും ചെയ്യില്ല. ലാ യസിനി സാനി ഹീന യസിനി ഫഹുവ മുഅ്മിനുൻ. വ്യഭിചരിക്കുന്ന മനുഷ്യൻ വ്യഭിചരിക്കുന്നില്ല, അയാൾ സത്യവിശ്വാസിയായിക്കൊണ്ട്. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു ഫഹുവ മുഅ്മിനുൻ. മോഷ്ടിക്കുന്ന മനുഷ്യൻ മോഷ്ടിക്കുന്നില്ല, അയാൾ സത്യവിശ്വാസിയായിക്കൊണ്ട്. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു ഫഹുവ മുഅ്മിനുൻ. സത്യവിശ്വാസിയായിക്കൊണ്ട് അയാൾ മദ്യപിക്കുകയും ചെയ്യുന്നില്ല. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല ഈ മദ്യപാനമാണെങ്കിലും ഈ വ്യഭിചാരമാണെങ്കിലും ഈ മോഷണമാണെങ്കിലും ഈ തിന്മകളൊന്നും. സത്യവിശ്വാസം ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ റമളാനിലൂടെ നമ്മുടെ ഈമാനും തഖ്വയും അതിന് കരുത്ത് നൽകി, അതിന് ശക്തി പകർന്നു. അതുകൊണ്ട് ആ ഈമാൻ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതം നമുക്കുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞതുപോലുള്ള അത്തരം തിന്മകൾ, വലിയ തെറ്റുകൾ അത് നമ്മിൽ സംഭവിക്കുകയില്ല. വലിയ തെറ്റുകൾ മാത്രമല്ല, സാധ്യമാവുന്ന അളവിലെല്ലാം തന്നെ ചെറിയ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ചെറിയ തെറ്റുകളാണ് കുന്നുകൂടി വലിയ പർവ്വതങ്ങളായി മലകളായി മാറുന്നത്. അതുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഒരു വശത്ത് നമസ്കരിക്കുക, നോമ്പെടുക്കുക, അതിൽ നിന്ന് വിരമിച്ചാൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ കൂടി ചെയ്യുക. ഈ ജീവിതം അള്ളാഹു നമുക്ക് അംഗീകരിച്ചു തരില്ല. സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു നയാ പൈസ നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്നില്ല, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തറാ സൗബൻ ബി അശറതി ദറാഹിമ വഫീഹി ദിർഹമുൻ വാഹിദുൻ ലം യഖ്ബലില്ലാഹു സ്വലാത്തൻ മാ ദാമ അലൈഹി. ഒരാൾ 10 ദിർഹമിന് ഒരു വസ്ത്രം വാങ്ങി, ഒരു കുപ്പായം വാങ്ങി. ആ 10 ദിർഹമിന് വാങ്ങിയ ആ കുപ്പായം, അതിൽ 1 ദിർഹം നിഷിദ്ധമായ സമ്പാദ്യമാണ്. 10 ദിർഹമിന് വാങ്ങി, 9 ദിർഹമും ഹലാലായ സമ്പാദ്യമാണ്. പക്ഷേ 1 ദിർഹം മാത്രം നിഷിദ്ധമായ സമ്പാദ്യമാണ് എങ്കിൽ അള്ളാഹു അയാളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാ പറഞ്ഞത്. 9 ദിർഹമും ഹലാലായിട്ടും 1 ദിർഹം നിഷിദ്ധമായപ്പോ അള്ളാഹു ആ നമസ്കാരം, ആ മനുഷ്യന്റെ നമസ്കാരം സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. സഹോദരങ്ങളെ, നമ്മുടെ സമ്പാദ്യം ഹലാൽ എന്ന് ഉറപ്പുവരുത്താൻ നാം കഴിക്കുന്ന ആഹാരം, നാം ഉടുക്കുന്ന വസ്ത്രം, നാം പാർക്കുന്ന വീട്, നമ്മുടെ അക്കൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിലുള്ള പണം, നമ്മുടെ ബാഗിലുള്ള പണം എല്ലാം അള്ളാഹു അനുവദിച്ചതാണ്. അത് ഹലാലാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നുറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത്. യാ സഅദ് അത്ഇബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നീ നിന്റെ ഭക്ഷണം നന്നാക്കണം കേട്ടോ. നീ നിന്റെ ഭക്ഷണം നന്നാക്കിയാൽ നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ ഉൾപ്പെടും. ഭക്ഷണം നന്നാക്കണം. ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞെന്താ? നല്ല ഭക്ഷണം കഴിക്കുക എന്നാണോ? ഹലാലായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നല്ലത് ആഹരിക്കുക, നല്ലത് മക്കൾക്ക് നൽകുക, ഹലാലായത് നൽകുക, അല്ലാഹു അനുവദിച്ച് നൽകുക. നിനക്ക് അവകാശപ്പെട്ടത് ആഹരിക്കുക. കട്ടതും കവർന്നതും അഴിമതി നടത്തിയതുമായിട്ടുള്ള ധനം അത് കഴിക്കരുത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, പടച്ചവൻ നമ്മെ സ്വീകരിക്കുന്നുണ്ടോ? നമ്മൾ സ്വർഗാവകാശികളിൽ
അകപ്പെടുന്നുണ്ടോ എന്നുള്ള ജാഗ്രതയാണ്, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ഒരു വിളിയാളമുണ്ടായി. എന്താണ് ആകാശത്തിൽ നിന്നുള്ള വിളിയാളം? അയ്യുഹന്നാസ്, മനുഷ്യരെ. ആകാശത്തിൽ നിന്നൊരു വിളി, മനുഷ്യരെ എന്നാ വിളിക്കുന്നത്. എന്താണ് വിളിച്ചു പറയുന്നത്? ഇന്നകും ദാഖിലൂനൽ ജന്ന കുല്ലുകും മജ്മഊൻ ഇല്ലാ റജുലൻ വാഹിദ. മനുഷ്യരെ, നിശ്ചയം നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എല്ലാവരും, ഒരാളൊഴികെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. നിങ്ങളിൽ ഒരാളൊഴികെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വിളിയാളം ഉണ്ടായാൽ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഖിബ്തു അൻ അകൂന അന ഹുവ. ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത ഒരാൾ ഞാനായി മാറുമോ എന്നതാണ് എൻ്റെ പേടി. ആരാ പറയുന്നു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ആ ഭയം നമുക്കുണ്ടോ? എനിക്കും നിങ്ങൾക്കും ആ ഭയമുണ്ടോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചക ശിഷ്യന്മാരിൽ രണ്ടാമത്തെ ആളാണ് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ സന്തോഷ വാർത്ത ലഭിക്കുന്നതിന്റെ മുന്നോടിയായും ഇനി അത് ലഭിച്ചിട്ടാണോ ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൂടാ. കാരണം അപ്പോഴും ജാഗ്രതയും, അപ്പോഴും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സ്വർഗാവകാശിയാണെന്ന് ഉറപ്പുവരുത്താനുള്ള പ്രാർത്ഥനകളും അദ്ദേഹം തുറന്നിരുന്നു. അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആകാശത്തിൽ നിന്നൊരു വിളിയാളം ഉണ്ടായി, മനുഷ്യരെ, നിശ്ചയം നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. എല്ലാവരും, ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞാൽ ആ ഒരാളിൽ ഞാൻ ഉൾപ്പെടുമോ എന്നതാണ് എൻ്റെ ആശങ്ക. വിശ്വാസികളെ, ആ ജാഗ്രതയും ആശങ്കയുമാണ് നയിക്കേണ്ടത് എന്നതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന വലിയ പാഠം എന്ന് പറയുന്നത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, തുടർന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വലൗ നാദാ മുനാദിൻ ഇന്നകും ദാഖിലൂന അന്നാറ ഇല്ലാ റജുലൻ വാഹിദ ലറജൗതു അൻ അകൂന അന ഹുവ. ആകാശത്തിൽ നിന്നൊരു വിളിയാളം ഉണ്ടായി, നിശ്ചയം നിങ്ങൾ എല്ലാവരും നരകത്തിൽ പ്രവേശിക്കുന്നവരാണ്, ഇല്ലാ റജുലൻ വാഹിദ, ഒരാൾ ഒഴികെ. അപ്പോഴും എൻ്റെ പ്രാർത്ഥന എന്താണ്? ലറജൗതു അൻ അകൂന അന ഹുവ. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ ഞാനായെങ്കിൽ. എന്താ ആകാശത്തിന് വിളിയാളം ഉണ്ടായത്? നിങ്ങളെല്ലാവരും നരകത്തിൽ പ്രവേശിക്കും, ഒരാൾ ഒഴികെ. അങ്ങനെ ആകാശത്തിൽ നിന്നൊരു ആഹ്വാനം ഉണ്ടായാൽ എന്റെ പ്രാർത്ഥന എന്താവും? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാം, ലറജൗതു അൻ അകൂന അന ഹുവ. ആ സ്വർഗ പ്രവേശനം നേടിയെടുക്കുന്നവരിൽ പടച്ചവനെ, എന്നെ കൂടി നീ ഉൾപ്പെടുത്തണേ എന്നതാവും എൻ്റെ പ്രാർത്ഥന. എന്നെ നീ ഉൾപ്പെടുത്തണേ എന്നതാവും എൻ്റെ പ്രാർത്ഥന. സഹോദരങ്ങളെ, ആ ഒരു പ്രാർത്ഥനയാവണം. അതായത് സ്വർഗാവകാശികളിൽ ഉൾപ്പെടാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ ജാഗ്രത, ഇതാവണം വിശ്വാസികളെ നയിക്കേണ്ടത് എന്നതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അധ്യാപനങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന വലിയ പാഠം എന്ന് പറയുന്നത്. അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അവനെ സംബന്ധിച്ചുള്ള ഭയവും അതാണ് എപ്പോഴും നമ്മെ നയിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇദാ ഖാഫനി അബ്ദി ഫിദ്ദുനിയ അമിൻതുഹു യൗമൽ ഖിയാമ. അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖാഫനി അബ്ദി ഫിദ്ദുനിയ, എൻ്റെ അടിമ ദുനിയാവിൽ എന്നെ ഭയപ്പെട്ടാൽ, അമിൻതുഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവന് ഞാൻ നിർഭയത്വം നൽകും. ദുനിയാവിൽ എന്നെ ഭയപ്പെട്ടാൽ അന്ത്യദിനത്തിൽ അവന് ഞാൻ നിർഭയത്വം നൽകുമെന്ന് അല്ലാഹു പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. വൈദാ അമിനനി ഫിദ്ദുനിയ അഖബ്തുഹു യൗമൽ ഖിയാമ വൈദാ അമിനനി ഫിദ്ദുനിയ. ദുനിയാവിൽ പടച്ചോനെ ഒരു പേടിയുമില്ലാതെ നിർഭയത്വത്തോടു കൂടി ഒരാൾ ജീവിച്ചാൽ, അഖബ്തുഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഞാൻ അയാളെ ഭയപ്പെടുത്തും. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, തഖ്വയോട് കൂടിയുള്ള ജീവിതം, അതാണ് വേണ്ടത്. അള്ളാഹിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹിനെ പേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് ഓടി അകലുകയല്ല അയാൾ ചെയ്യുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയായിരിക്കും. ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അള്ളാഹുവിലേക്ക് ഓടി അടുക്കുകയായിരിക്കും ചെയ്യുക. ചാണായി മുഴമായി അള്ളാഹുവിലേക്ക് അടുക്കുകയായിരിക്കും അയാൾ ചെയ്യുക. മറ്റുള്ള എന്തിനെ ഭയപ്പെട്ടാലും, മറ്റുള്ള ആരെ ഭയപ്പെട്ടാലും, ആ ഭയപ്പെടുന്നതിൽ നിന്ന്, അതല്ലെങ്കിൽ ഭയപ്പെടുന്നവരിൽ നിന്ന്
ഓടി അകലാനാണ് ശ്രമിക്കുന്നത്. ഒരു സിംഹത്തെ ഭയപ്പെട്ടാൽ, ഒരു കടുവയെ ഭയപ്പെട്ടാൽ, ഒരു പാമ്പിനെ ഭയപ്പെട്ടാൽ ആളുകൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ജാഗ്രത പാലിക്കുക. പക്ഷേ പടച്ചവനെ ഭയപ്പെടുന്ന ആളുകൾ പടച്ചവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെന്നാ ഖുർആൻ പറഞ്ഞത്, പ്രാർത്ഥിക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്. എന്റെ അടിമ നിന്നോട് എന്നെ പറ്റി ചോദിച്ചാൽ അവനോട് നീ പറയണം, നിശ്ചയം ഞാൻ എന്റെ അടിമയോട് ഏറ്റവും അടുത്താണ് നിലനിൽക്കുന്നത്. എന്നെ വിളിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം ചെയ്യും. അതുകൊണ്ട് അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരെന്നിൽ വിശ്വസിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കട്ടെ. ലഅല്ലഹും യർശുദൂൻ, അവർ നേർവഴി പ്രാപിച്ചേക്കും, അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചേക്കും. എന്നോട് പ്രാർത്ഥിക്കാൻ പറയാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു പറയാണ്. സഹോദരങ്ങളെ, മനുഷ്യനോട്, അള്ളാഹുവിന്റെ അടിമയോട് അള്ളാഹു ഏറെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് പടച്ചവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അടിമ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. റമദാൻ കഴിഞ്ഞു, പക്ഷേ റമദാനിലൂടെ നാം നേടിയെടുത്ത തഖ്വ, റമദാനിലൂടെ നാം നേടിയെടുത്ത ഈമാൻ, റമദാനിലൂടെ നാം പരിശീലിച്ചിട്ടുള്ള ഇബാദത്തുകൾ, സഹോദരങ്ങളെ, ആ തഖ്വയും ഈമാനും റമദാനല്ലാത്ത കാലയളവിലും നമുക്ക് പ്രചോദനമാവണം. റമദാനല്ലാത്ത കാലയളവിലും ആ തഖ്വയും ഈമാനും നമുക്ക് ഊർജവും ഇന്ധനവുമായിട്ട് മാറേണ്ടതുണ്ട്. തഖ്വയും ഈമാനും മാത്രമല്ല സഹോദരങ്ങളെ, റമദാനിലൂടെ നാം കൈവരിച്ചിട്ടുള്ള ഏറ്റവും വലിയ സാമൂഹിക ഗുണമാണ് സബ്ർ എന്ന് പറയുന്നത്, ക്ഷമയെന്ന് പറയുന്നത്. ക്ഷമ കൊണ്ട്, നമസ്കാരം കൊണ്ട് പടച്ചവനോട് ധാരാളം സഹായം ചോദിച്ചവരാണ് വിശ്വാസികൾ. സബ്ർ കൈമോശം വരാതെ സൂക്ഷിക്കണം. ക്ഷമയുടെ ഫലസ്തീനിയൻ മാതൃക എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ക്ഷമ. അതിനൊരുപാട് മാതൃകകൾ നമ്മുടെ മുമ്പിൽ ചരിത്രത്തിലുണ്ട്. പക്ഷേ ചരിത്രത്തിൽ മാത്രമല്ല, ചരിത്രം പോലെ തന്നെ വർത്തമാനവും പ്രസക്തമായി മാറുകയാണ്. ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്നും അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ആഴ്ചയും എന്നല്ല, ഈ കഴിഞ്ഞ ഈദ് ദിനത്തിൽ പോലും സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മക്കളെയും പേരക്കുട്ടികളെയും ഇസ്രായേൽ കൊലപ്പെടുത്തി. പെരുന്നാൾ ദിനത്തിൽ ബന്ധുക്കളെ സന്ദർശിക്കാനെത്തിയ കുടുംബം, അവർ സഞ്ചരിച്ചിരുന്ന വാഹനം, ആ വാഹനത്തെ ബോംബിട്ട് തകർക്കുകയായിരുന്നു. പെരുന്നാൾ ദിനത്തിൽ ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ട വാഹനത്തെ ബോംബിട്ട് തകർത്തു. ഇസ്മായിൽ ഹനിയുടെ മക്കളെയും പേരമക്കളെയും കൊലപ്പെടുത്തി ഇസ്രായേൽ. സഹോദരങ്ങളെ, മരണവിവരം കേട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നമ്മുടെ ഇച്ഛാശക്തിയും പ്രതിസന്ധികളിൽ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും വർദ്ധിപ്പിക്കുന്ന വല്ലാത്തൊരു വർത്തമാനമാണ് ആ വർത്തമാനം. അദ്ദേഹം പറയാണ്, എന്റെ മക്കളെ ലക്ഷ്യമിട്ടത് വഴി ഹമാസിന്റെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഇസ്രായേലിനെ തെറ്റുപറ്റിയിരിക്കുന്നു. എന്റെ മക്കളെയും പേരമക്കളെയും കൊന്നുകളഞ്ഞതുകൊണ്ട് ഹമാസിന്റെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അതൊന്നും ഒരൽപ്പം പോലും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ മക്കളുടെ രക്തസാക്ഷിത്വത്തിന് ഗസയിലെ മറ്റു രക്തസാക്ഷികളെക്കാൾ കൂടുതൽ വിലയൊന്നുമില്ല. കാരണം ഗസ നിവാസികൾ മുഴുവനും എന്റെ മക്കളാണ്. ഗസ നിവാസികൾ മുഴുവനും എന്റെ പേരമക്കളാണ്. മക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല സഹോദരങ്ങളെ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ആരെല്ലാം നഷ്ടപ്പെട്ടാലും, അൽ-അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി മരണം വരെ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇസ്മായിൽ ഹനിയുടെ നേതൃത്വത്തിലുള്ള സംഘമെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ജനതയെ പരാജയപ്പെടുത്താൻ ലോകത്താർക്കാണ് സാധിക്കുക? സഹോദരങ്ങളെ, അവരെല്ലാം പോകുന്ന സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത് എന്ന ചിന്ത നമുക്കും വേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, തഖ്വയും സബ്റും ഈമാനും അതെല്ലാമാണ് അതിന്റെ വർധനവായിരുന്നു റമദാനിലൂടെ നാം ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ സഹോദരങ്ങളെ, ആ റമദാനിൽ നിന്ന് പുറത്തു കടന്നാലും ആ ഈമാനികമായ ഊർജവും തഖ്വാപരമായ ശേഷിപ്പുകളും
അതുപോലെ തന്നെ സബറിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയും ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് റമദാനെ പ്രയോജനപ്പെടുത്തിയവരായി നമ്മൾ മാറുകയുള്ളൂ. അതല്ല എങ്കിൽ റമദാൻ കഴിഞ്ഞു, ഒരു മാസക്കാലം പട്ടിണി കിടന്നു, അതിന്റെ യാതൊരു ചൈതന്യവും ബാക്കി കാലത്തില്ല എങ്കിൽ റമദാനെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത പരാജിതരായ ആളുകളാണ് നാം. അത്തരക്കാരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളുടെ രക്തസാക്ഷിത്വം സ്വീകരിക്കുമാറാവട്ടെ. ഇസ്മായിൽ ഹനിയയുടെ മക്കൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരമക്കൾ, അവരെ മാത്രമല്ല ഫലസ്തീനിൽ നിരന്തരമായി രക്തസാക്ഷികളായി കൊണ്ടിരിക്കുന്ന, ശുഹദാക്കളായി കൊണ്ടിരിക്കുന്ന എല്ലാ ഷഹീദുമാരുടെയും എല്ലാ ശുഹദാക്കളുടെയും ഷഹാദത്തിനെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ, പൂർണ്ണമായ തലത്തിൽ തന്നെ പടച്ചതമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പടച്ചറബ്ബേ, അല്ലാഹ് പടച്ചതമ്പുരാനെ ഫലസ്തീൻ ജനതയ്ക്ക് നീ സ്വബ്ർ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ ഇസ്തിഖാമത്ത് പൂർവാധികം വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. ഫലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകൾ, ഉമ്മമാർ, അല്ലാഹുവേ, കുഞ്ഞുങ്ങൾ, വൃദ്ധജനങ്ങൾ, അവിടുത്തെ പോരാളികൾ, പടച്ചതമ്പുരാനെ എല്ലാവരെയും നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന്റെ മോചനം, ബൈത്തുൽ മഖ്ദിസിന്റെ മോചനം അല്ലാഹുവേ നീ സാക്ഷാത്കരിച്ച് തരയണമേ റബ്ബേ, സാക്ഷാത്കരിച്ച് കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ രാജസിംഹാസനത്തിന്റെ നേലിൽ കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ എല്ലാവരെയും നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ ഗണത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബേ പടച്ചവനെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, സിറാത്തിലൂടെയുള്ള ഞങ്ങളുടെ പ്രയാണം മിന്നൽ വേഗത്തിലുള്ളതാക്കി തീർക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ, ജീവിക്കുവാൻ പടച്ച റബ്ബേ നിങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, റമളാനും ഖുർആനും നോമ്പുമെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന, ഞങ്ങൾക്ക് ശഫാഅത്ത് നടത്തുന്ന, ശുപാർശ പറയുന്ന സാഹചര്യം നീ ഉണ്ടാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുർആനും നോമ്പും പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, റമളാൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ദൗർഭാഗ്യവാന്മാരുടെ ഗണത്തിൽ നിന്ന് പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും പടച്ചവനെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും
മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചതമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും പടച്ചതമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നീ വിമോചിപ്പിക്കണമേ നാഥ. അല്ലാഹ്, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. റമളാനിൽ ഞങ്ങൾ നിർവഹിച്ച പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദറിൽ കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമായ ആളുകളിൽ അല്ലാഹുവേ ലൈലത്തുൽ ഖദറിനെ നേടിയവരിൽ പടച്ചവരെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في غزه، اللهم انصرهم في كل مكان. ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.